ഒരു സ്ഥലത്തിന് നിങ്ങളെ 1000 വർഷം പിന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാലോ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യങ്ങൾ ആധുനിക ജീവിതരീതിയോടൊപ്പം തഴച്ചു വളരുന്ന ജപ്പാന്റെ സാംസ്കാരിക ആത്മാവ് എന്നാണ് ക്യോട്ടോയെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. 1000 വർഷത്തിലേറെയായി സാമ്രാജ്യത്വ തലസ്ഥാനമായിരുന്ന ക്യോട്ടോ അതിന്റെ വാസ്തുവിദ്യ, ആചാരങ്ങൾ, ജീവിതരീതി എന്നിവയിലൂടെ അതിന്റെ ചരിത്രപരമായ സ്വത്വം സംരക്ഷിച്ചു. മരത്തിൽ തീർത്ത മാച്ചിയ വീടുകൾ, ശാന്തമായ ക്ഷേത്രങ്ങൾ, ഇടുങ്ങിയ തെരുവുകൾ എന്നിവ ഇപ്പോഴും ജപ്പാന്റെ ക്ലാസിക്കൽ കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ നഗരത്തിലൂടെ നടക്കുന്നത് കാലത്തിലേക്കൊരു ചുവടുവയ്പ് പോലെയാണ്. ക്യോട്ടോയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് അസാധാരണമായ ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും എണ്ണമാണ്. ആകെ 1000-ലധികം. അവയിൽ സ്വർണ്ണ പവലിയൻ എന്നും അറിയപ്പെടുന്ന കിങ്കാഗുജി, സ്വർണ്ണ ഇലകളിൽ പൊതിഞ്ഞതും ശാന്തമായ ഒരു കുളത്താൽ ചുറ്റപ്പെട്ടതുമായ സൗന്ദര്യത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി വേറിട്ടു നിൽക്കുന്നു. ഈ പുണ്യസ്ഥലങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രമല്ല, ജപ്പാന്റെ ആഴത്തിലുള്ള ആത്മീയ പൈതൃകത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്ന സജീവ ആത്മീയ കേന്ദ്രങ്ങളാണവ. ഗൈഷ സംസ്കാരത്തിന്റെ സംരക്ഷണത്തിനും ക്യോട്ടോ പ്രശസ്തമാണ്, പ്രത്യേകിച്ച് ചരിത്ര പ്രാധാന്യമുള്ള ജിയോൺ ജില്ലയിൽ. പ്രാദേശികമായി ഗൈക്കോ എന്നറിയപ്പെടുന്ന ഗൈഷകൾ പരമ്പരാഗത സംഗീതം, നൃത്തം, സംഭാഷണം എന്നിവയിൽ വൈദഗ്ധ്യമുള്ള ഉയർന്ന പരിശീലനം ലഭിച്ച കലാകാരന്മാരാണ്. വിളക്കുകൾ കത്തിച്ച തെരുവുകളിലൂടെ മനോഹരമായി നടക്കുന്ന ഒരു ഗൈഷയെ കാണുന്നത് അപൂർവവും ആകർഷകവുമായ ഒരു അനുഭവമാണ്. അത് നഗരത്തിന്റെ കലാപരമായ പാരമ്പര്യങ്ങൾ നിലനിർത്തുന്നതിനുള്ള സമർപ്പണത്തെ പ്രതിഫലിപ്പിക്കുന്നു. ക്യോട്ടോയുടെ മറ്റൊരു നിർവചിക്കുന്ന വശം പ്രകൃതിയുമായും കാലാനുസൃതമായ മാറ്റവുമായുമുള്ള ആഴത്തിലുള്ള ബന്ധമാണ്. വസന്തകാലത്ത് മൃദുവായ പിങ്ക് ചെറി പൂക്കളിൽ നിന്ന് ശരത്കാലത്ത് തിളക്കമുള്ള ചുവപ്പും ഓറഞ്ചും നിറമുള്ള ഇലകളിലേക്ക് നഗരം വർഷം മുഴുവനും രൂപാന്തരപ്പെടുന്നു. ഉത്സവങ്ങൾ, ഭക്ഷണം, ദൈനംദിന ജീവിതം എന്നിവയിലൂടെ ഈ സീസണൽ മാറ്റങ്ങൾ ആഘോഷിക്കപ്പെടുന്നു. ഇതിനു പൂരകമായി ക്യോട്ടോയുടെ ചായച്ചടങ്ങുകളുടെയും സെൻ തത്വശാസ്ത്രത്തിന്റെയും സമ്പന്നമായ പാരമ്പര്യമുണ്ട്. അവിടെ ലാളിത്യം, മനസ്സമാധാനം, ഐക്യം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു.